ഹായ് ഫ്രണ്ട്സ്, ജോയ്സ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോയിട്ട് ഇത് നമ്മളുടെ വീട്ടിലൊരു 2 വർഷം മുമ്പ് മേടിച്ച ഒരു പ്ലാവും തൈമ ചക്ക ഉണ്ടായി കിടക്കണേട്ടെ ഈ കാണുന്നത് കണ്ട. 2 3 ഇതമ്മ ഒത്തിരി ചക്ക ഉണ്ടായിട്ടോ. ആദ്യമായിട്ട് ഉണ്ടായതാണ് കേട്ടോ. ആദ്യം നമുക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചെറിയൊരു ചക്ക ഉണ്ടായി. അത് നമ്മൾ ഒടിച്ച് കളഞ്ഞിട്ടാ. എന്നാലേ പിന്നീട് നമുക്ക് നല്ല രീതിയിൽ ചക്ക ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഈ പ്ലാവിൻ്റെ ശിഖരം ഉണ്ടല്ലോ കണ്ട, ഇതിവിടെ നമ്മളിത് വെട്ടിക്കളഞ്ഞ് കണ്ട. ആ നടുക്ക് പോണ ആ ശിഖരം നമ്മൾ വെട്ടിക്കളയണമെന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞിട്ട് ഒരു ക്യാപ്പിട്ട് ഇവിടെ വെച്ചേക്കും കണ്ട. ഇതിങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് ഏകദേശം ഒരു 9 ചക്കയോളം ഉണ്ടായിട്ടാ കണ്ട. ഇത് ഒരെണ്ണം, രണ്ടാമത്തെ, മൂന്നാമത്തെ, 4, 5, 6, 7, പിന്നെ ഒരു 9 ചക്കയോളം, 7, 3, 10 ചക്ക ഉണ്ടായിട്ടാ. ഇതിൽ ഫസ്റ്റിലെ തന്നെ ഇനി ഒരു കുഞ്ഞ് തീരെ ചെറുതോരണം എടുത്തിട്ട് അതിന് ഞാൻ നമ്മുടെ ഇടിയൻ ചക്ക ഉണ്ടാക്കി. സൂപ്പറാണ് കേട്ടോ, അല്ല അടിപൊളി അല്ല. ആദ്യത്തെ നമ്മൾ ഒരു 2-2.5 മാസം മുമ്പ് നമ്മൾ തോരൻ കറി ഉണ്ടാക്കി. അതിന് ശേഷം ഒരു 9-10 ചക്കയോളം ഉണ്ടായി. ഈ ചക്കയ്ക്ക് ഇപ്പോൾ ചെറുതാണ് കേട്ടോ. ഇതിനേലും ഒത്തിരിയും കൂടി വലിപ്പമുള്ളതാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് മേക്ക അല്ലേ, ഇത് മേക്ക നല്ല ഒരുവിധം തരക്കേടില്ലാത്ത ചക്ക. ഇത് മെക്ക ഉണ്ടായിട്ടാ. അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഇവിടെ വിസിറ്റേഴ്സ് വരുമ്പോൾ ചക്ക ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ അവർ ചോദിക്കുമല്ലോ. സത്യം പറയാൻ പഴുത്ത് കിടക്കണമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഏകദേശം ഒരു 7 ചക്കയോളം നമ്മൾ വിസിറ്റേഴ്സിന് കൊടുത്തു. ചക്കയില്ലാത്തവർക്കൊക്കെ ചക്ക എല്ലാവർക്കും കൊടുത്തോട്ടു. ഇനിയിപ്പം ഇന്ന് ഞാൻ നടുക്കത്തെ ഒരു ചെറിയ ചക്ക നമ്മൾ സ്വന്തം ആവശ്യത്തിന് എടുക്കാൻ പോയാണ്. അത് മുറിക്കണ വീഡിയോ ആണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. മക്ക കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ മൂത്ത മകൾക്ക് കൊടുക്കാൻ ഇട്ടേക്കാണ്. ഇതിൻ്റെ ഇപ്പുറത്തെ ഒരെണ്ണമുണ്ട്. ഇത് എൻ്റെ ഇളയ മകൾക്ക് കൊടുക്കാൻ വിട്ടേക്കാണ്. അപ്പം എനിക്ക് കിട്ടണത് ഈ ഒരു കുഞ്ഞൻ ചക്കയാണ് കേട്ടോ. അത് മതി. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നമ്മൾ ആ തീരെ കുഞ്ഞൻ ഒരു ചക്ക ഇതിൻ്റെ കണ്ടാ നിറമൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് ഞങ്ങളില്ല കേട്ടോ കണ്ടാ. പക്ഷെ ഉള്ളു പഴുത്തിട്ടുണ്ടാവും. ഇതിനെ ഞാൻ വെട്ടിയെടുക്കണേ. നല്ല സുഗന്ധമുണ്ട് കേട്ടോ, നല്ല വാസനയുണ്ട്. എൻ്റെ ഉള്ളിൽ ഏകദേശം എനിക്കൊന്ന് ഒരു കുറച്ച് ചക്കച്ചോളയൊക്കെ ഉണ്ട്. കാരണം നല്ല വാസനയുണ്ട്. ഇതിനെ നമുക്ക് മുറിച്ച് നോക്കാം. ഈ ചക്കപ്ലാവിൻ്റെ പേര് വിയറ്റ്നാം എർലി ചക്ക തയ്യായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 2 വർഷം മുമ്പ് മേടിച്ചതാണ് കേട്ടോ.
ഇത് ചക്ക ഏറ്റവും കൂടുതൽ തീരെ ചെറിയ ചക്കയായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ഈ ചോള ഇത്തിരി ചെറുതാണ്. വലിയ ചക്കകളൊക്കെ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ കൊടുത്തിട്ടാ. അങ്ങനെ ഒരുപാട് നമ്മുടെ നാടൻ പ്ലാവിൻ്റെ പോലെ അത്ര വലിയ ചക്കയൊന്നുമല്ല, എന്നാലും നമുക്ക് ആവശ്യത്തിന് നമ്മുടെ വീട്ടിൽ ഉപയോഗത്തിന് കിട്ടും. ഇതാണ് കേട്ടോ നമുക്ക് ഏറ്റവും ഒരു കുഞ്ഞു ചക്കയുടെ നമുക്ക് വീട്ടിലേക്ക് സ്വന്തം ആവശ്യത്തിന് കിട്ടിയത്. ബാക്കിയെല്ലാം വിസിറ്റേഴ്സ് കൊണ്ടുപോയി. നമുക്കത് ഇതാണ് കേട്ടോ ഒരു കുഞ്ഞൻ ചക്കയാണ്. അപ്പോൾ അതിൻ്റെ ചുളകൾ അത്രയൊക്കെ വലിപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ചുളകൾ. ഇത് പറിക്കാനായിട്ട് വൈകിപ്പോയി. അതിൻ്റെ ഉള്ളിൽ എന്തോ ചെറിയൊരു കരിക്കൻ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ല മധുരം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇത് ഈ കുഞ്ഞൻ ചക്കപ്പൊല്ല കേട്ടോ. ഇത് ഞാനൊരു സാധനം ചെയ്യാൻ പോയാണ്. എന്താണെന്നറിയാമോ? ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുമെന്നൊന്നും അറിഞ്ഞൂടെ കേട്ടോ. എന്നാലും ഞാനൊന്ന് പരീക്ഷണം ചെയ്യാൻ പോയാണ്. ഇതെൻ്റെ മണിക്കുട്ടികൾക്ക് കൊടുക്കാൻ പോയാണ്. മണിക്കുട്ടി ആരാണെന്ന് നിങ്ങളെ നാളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു.